VKC പാദരക്ഷകൾ വാങ്ങൂ, സമ്മാനങ്ങൾ നേടൂ. ഈ കൂപ്പൺ ചോദിച്ചു വാങ്ങൂ. VKC Pride. ഇത്ര കൊച്ചിലെ ഈ പാട്ട് പാടുന്നതിന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. എന്നുമെന്നും നിന്റെ മാത്രം ഈ വയൽ പൂ. സംഗീത വിരുന്നിന് മിഴിവേകിയ നമ്മുടെ ഫോട്ടോ വെച്ചുകാരി വെൽക്കം മിയ കുട്ടി ഓൺ സ്റ്റേജ്. കാലിൽ ചിലങ്ക കെട്ടി ഹായ് ഹായ് കയ്യിൽ മൈക്കുമായി മഞ്ഞ 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 ഉടുപ്പുമിട്ട് പച്ച പാവാടയിട്ട് മഞ്ഞ വളയിട്ട് പച്ച വളയിട്ട് കറുപ്പും ചോപ്പും വളയിട്ട് എനിക്ക് ഇത്രയൊക്കെ കാണാവൂ. എനിക്ക് തോന്നുന്നത് ഇത് വേറൊരു പെണ്ണാണ് കേട്ടോ. ഇത് വേറെ ആരോ ഇങ്ങനെയാണ്. ഓ ആയില്യം പാടത്തെ പെണ്ണേ ആണോ? ആ പെണ്ണാണോ? അപ്പൊ മിയക്കുട്ടിയല്ല. അയ്യോ ഞാൻ എന്റെ മിയക്കുട്ടനാന്ന് വിചാരിച്ചു. ഇല്ല, ഇത് വാണി ജയറാമാ. ശരിക്കും ആരാ 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 ആരാ? എന്റെ മിയക്കുട്ടിയല്ലേ ശരിക്കും. പാവം, കാലിലത് താങ്ങോ ആ ചെലങ്ക? അത് എന്നാ ഒച്ചയാ. ആരാ എന്റെ മ്യൂസിക്? ആദ്യം അണ്ണാ സാ എന്ന് പറഞ്ഞ ഒരു അങ്കിളാണ് മ്യൂസിക്. അതെ അല്ല, അങ്കിളല്ല, പിന്നെ ആദ്യം സായിൽ തുടങ്ങുന്ന അങ്കിളാണ്. എന്നിട്ട് രീൽ അവസാനിക്കും. സാരി ഇത്രയും പറഞ്ഞത് അറിഞ്ഞൂടെ? മ്യൂസിക് ഡയറക്ടറുടെ പേരറിഞ്ഞൂടെ? അത് എന്റെ അങ്കിളിന്റെ പേരറിഞ്ഞൂടെങ്കിൽ എനിക്ക് ദേഷ്യം വരും. സലിൽ ചൗധരി. ഓ, അദ്ദേഹത്തിന്റെ പാട്ട് എന്നെ പഠിപ്പിച്ച ഓർമ്മയില്ലേ? അതേത് പാട്ട്? കദളി ചെങ്കത. മിയക്കുട്ടി എല്ലാം എന്ന് മറന്നു. ഇന്ന് മിയക്കുട്ടി അല്ല, അതുകൊണ്ടാ. ആയില്യം പടത്തെ പെണ്ണാണ് അല്ലേ? അപ്പൊ ഇതിന്റെ റിലിക്സ് ആരാണ്? റിലിക്സ് ഇതല്ലേ വയലാർ രാമോ. ആരാണ്? വയലാർ രാമവർമ്മ. മ്യൂസിക് ഇപ്പൊ ഇങ്ങനെ ഇതെന്താ ശരി? ശരിക്കും പറഞ്ഞ ഇത് ഏത് സിനിമയാണ്? ഇത് സിനിമ രാസലീല. ആ സിനിമ ഡയറക്ട് ചെയ്താരാണ്? ഡയറക്ടർ എന്ന് പറഞ്ഞ അത് പാടിയതാരാണ്? സലിൽ ചൗധരി. അയ്യോ, പാടിയത് സലിൽ ചൗധരി അല്ല. മ്യൂസിക് ആരാണ്? വാണി ജയറാം. പാടിയത് ഞാൻ പറയാം. എനിക്ക് ശരിക്കും പറ. യേശുദാസങ്ങളും വാണിയമ്മയും കൂടെയാണ് പാടിയത്. അപ്പൊ മ്യൂസിക് ആരാ? മ്യൂസിക് സലീൽ ചൗധരി അങ്കിൾ. എഴുതിയത് വയലാർ രാമവർമ്മ. വെരി ഗുഡ്, സൂപ്പർ സൂപ്പർ ആയിട്ട് പാടിക്കും കേട്ടോ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് മിയക്കുട്ടാ. താങ്ക് യു. മിയക്കുട്ടാ, ഫോട്ടോ വെച്ച് വിശേഷമൊന്നുമില്ല. ഞാൻ മിയക്കൂട്ടനല്ലോ. ഓ, അവിടെ ഒരു മമ്മൂഞ്ഞുണ്ട്, അറിയാവോ പുള്ളിക്കാരന്? അത് ഞാൻ പാട്ട് കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും ആരാന്ന് പറഞ്ഞു. ആ ഓക്കെ ഓക്കെ ഓക്കെ, ബൈ ബൈ. ചൂടും വയൽ പൂ, ഈ വയൽ പൂ. കിളിയേ കിളി കിളിയേ നീലാഞ്ചന പൈകിളിയേ, ഈ കറുക വയൽ കുളിരുകൊയ്യാൻ നീ കൂടെ വാ. ആലി ചെറുപ്പീലി അരതാലി പൂച്ചൂടി ആടുമിളം കതിരുന്നുള്ളാൻ നീ കൂടെ വാ. കിളിയേ കിളി കിളിയേ നീലാഞ്ചന പൈകിളിയേ, ഈ കറുക വയൽ കുളിരുകൊയ്യാൻ നീ കൂടെ വാ. ആലി ചെറുപ്പീലി അരതാലി പൂച്ചൂടി ആടുമിളം കതിരുന്നുള്ളാൻ നീ കൂടെ വാ. ഒളി കണ്ണാൽ നോക്കൂലേ പൂക്കൂലേ, പൂക്കൂലേ, ഒളി കണ്ണാൽ നോക്കൂലേ പൂക്കൂലേ. പൂക്കൂലേ. കിളി 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 നീലാഞ്ചന പൈകിളി, ഈ കറുക വയൽ കുളിരുകൊയ്യാൻ നീ കൂടെ വാ.
പൂക്കൂലേ എന്നിൽ പൂക്കൂലേ ഒളികണ്ണാൽ എന്നിൽ നോക്കൂലേ പൂക്കൂലേ എന്നിൽ പൂക്കൂലേ പൊൻതൂമ്പ കൊണ്ടാൽ മതിക്കും മണ്ണ് ഉണ്ടൂമ്പ കൊണ്ടാൽ മതിക്കും മണ്ണ് പുഞ്ചയ്ക്ക് പൂമ്പാൽ ചുരത്തും മണ്ണ് പുഞ്ചയ്ക്ക് പൂമ്പാൽ ചുരത്തും മണ്ണ് ഞാൻ എന്റെ സ്വപ്നം വിതയ്ക്കും മണ്ണ് ഞാൻ എന്റെ സ്വപ്നം വിതയ്ക്കും മണ്ണ് പൊൻതൂമ്പ കൊണ്ടാൽ മതിക്കും മണ്ണ് ഉണ്ടൂമ്പ കൊണ്ടാൽ മതിക്കും മണ്ണ് ആര് ചൂടും വയൽ പൂ ഈ വയൽ പൂ കിളിയേ കിളി കിളിയേ നീലാഞ്ജന പൈകിളിയേ ഈ കറുകമയൽ കുളിരുകുയാൻ നീ കൂടെ വാ ആലിച്ചെറുപ്പീലി അരത്താടി പൂച്ചൂടി ആടുമിളം കതിരുന്നുള്ള നീ കൂടെ വാ ഒളികണ്ണാൽ എന്നെ നോക്കൂലേ പൂക്കൂലേ എന്നിൽ പൂക്കൂലേ ഒളികണ്ണാൽ എന്നെ നോക്കൂലേ പൂക്കൂലേ എന്നിൽ പൂക്കൂലേ നീ കൂട് കൂട്ടും കരൾ ജില്ലയിൽ നീ കൂട് കൂട്ടും കരൾ ജില്ലയിൽ നീ പെയ്തിറങ്ങും വികാരങ്ങളിൽ നീ പെയ്തിറങ്ങും വികാരങ്ങളിൽ ഞാൻ പൂത്തു നിൽക്കും മരിക്കും വരെ ഞാൻ പൂത്തു നിൽക്കും മരിക്കും വരെ നീ കൂട് കൂട്ടും കരൾ ജില്ലയിൽ നീ കൂട് കൂട്ടും കരൾ ജില്ലയിൽ നിന്റെ മാത്രം എന്നുമെന്നും നിന്റെ മാത്രം വയൽ പൂ ഈ വയൽ പൂ കിളിയേ കിളി കിളിയേ നീലാഞ്ജന പൈകിളിയേ ഈ കറുകവയൽ കുളിരുകുയാൻ നീ കൂടെ വാ ആലിച്ചെറുപ്പീലി അരത്താടി പൂച്ചൂടി ആടുമിളം കതിരുന്നുള്ള നീ കൂടെ വാ ഒളികണ്ണാൽ എന്നെ നോക്കൂലേ പൂക്കൂലേ എന്നിൽ പൂക്കൂലേ ഒളികണ്ണാൽ എന്നെ നോക്കൂലേ പൂക്കൂലേ എന്നിൽ പൂക്കൂലേ ഏറ്റവും നല്ല ഗാഡ്ജറ്റുകൾ ഏറ്റവും ഓഫറുകളോടെ വാങ്ങാൻ പ്ലാൻ ഉണ്ടോ? എന്നാൽ കേരളത്തിലെ ഏത് മൈജി ഷോറൂമുകളും നിങ്ങൾക്ക് ധൈര്യമായി സന്ദർശിക്കാം. ഇനി ഗൃഹോപകരണങ്ങളാണ് വേണ്ടതെങ്കിൽ മൈജി ഫ്യൂച്ചറിൽ പോകാം. സ്മാർട്ട് ഫോൺ മുതൽ വീട്ടിലേക്ക് ആവശ്യമായ ഗൃഹോപകരണങ്ങൾ വരെ ലഭ്യമാക്കുന്ന വേറൊരു റേഞ്ച് കളക്ഷനാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അതിവേഗ വായ്പ, ഏറ്റവും നല്ല എക്സ്ചേഞ്ച് വാല്യൂ, പ്രൊട്ടക്ഷൻ പ്ലാനുകൾ, എക്സ്റ്റൻഡഡ് വാറണ്ടി തുടങ്ങി ഗംഭീര ഓഫറുകൾ വേറെങ്ങുമില്ല. മൈജിയിലും മൈജി ഫ്യൂച്ചറിലും മാത്രം. ഏറ്റവും നല്ല ഷോപ്പിംഗിന് ഗ്യാരണ്ടി. വേറൊരു റേഞ്ച് ആണ് മൈജി. മീകുട്ടാ, എന്തോ ഓ എന്തോരം കൈയടി കൊടുക്കണം. അയ്യോ, ഫ്രാൻസി കേട്ടില്ലേ? സുഷേ കേട്ടില്ലേ? ജയരാജ്, ഇങ്ങനെയൊക്കെ ഒരാൾക്ക് പാടാൻ പറ്റുമോ? കേട്ടില്ലേ പോർട്ട് കൊച്ചിയിലൊരു മമ്മൂഞ്ഞ്? ഞാൻ ശരിക്കും ആരാന്ന് മനസ്സിലായ ഇല്ല ഇല്ല. അല്ല, എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് 3 പേർക്ക് മനസ്സിലായോ? മനസ്സിലായില്ല.
ഞാൻ ഞെട്ടും കേട്ടാ നീയ കുട്ടിയാണ്. ആണോ? ആ എനിക്ക് വിശ്വാസം എന്തിയങ്ങളെ ഇത് നോക്ക്. ഇത് നോക്കി ഇത്ര നേരം കണ്ടില്ല എനിക്ക് ഞാൻ ഒട്ടും വിശ്വസിക്കില്ല. മിയക്കുട്ടിക്ക് ഈ സംഗതി ഒന്നും വരത്തില്ല. അതായത് അത് വരില്ല. സത്യമായിട്ട് ഞാൻ തന്നെ ഇത്. അല്ല, മിയക്കുട്ടിയാണെങ്കിൽ അത് വരത്തില്ല. ഇത് വേറെ ഏതോ കുട്ടിയാണ്. അല്ലെങ്കിൽ ഇത് വരുവോ? ഇല്ല. ടെസ്റ്റ് ചെയ്യാം. എന്നാ ലിറിക്സ് ഒന്ന് പറഞ്ഞു നോക്ക്. റിലിക്സ്. ഇനി ഓർക്കസ്ട്ര പറഞ്ഞു. ഓർക്കസ്ട്ര. പ്രോബ്ലം എന്ന് പറഞ്ഞേ. മിയക്കുട്ടി ഇത്രയും ഇമ്പ്രൂവ് ചെയ്തോ? അയ്യോ ചേട്ടാ, നമുക്ക് നമ്മുടെ ഓഡിയൻസിനോട് ചോദിക്കണം. ആ, ഇത്ര കൊച്ചിലെ ഈ പാട്ട് പാടുന്നതിന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അല്ല, ഈ പ്രായത്തിൽ നമ്മളിങ്ങനെ ഒരു പാട്ടിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. പാട്ട് കേൾക്കും, അത്രേ ഉള്ളൂ. ഇതുപോലൊരു വേദിയിലൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കല്പത്തിൽ പോലും ഇല്ല. വായിക്കാൻ അറിയത്തില്ല, എഴുതാൻ അറിയത്തില്ല, എഴുതാൻ അറിയത്തില്ല, എഴുതാൻ അറിയത്തില്ല, വായിക്കാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഏകദേശം എന്നെ പോലെ തന്നെ. നന്നായിരുന്നു മോളെ, Thank you. നല്ല അറ്റംപ്റ്റ് ആണ്. കാരണം ഈ പാട്ട് അങ്കിള് ഗാനമേളയ്ക്ക് ഒരുപാട് പാടിയിട്ടുണ്ട്. കലക്കി കേട്ടോ മോളെ. Thank you. കുറെ സ്ഥലങ്ങളൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. Thank you. വളരെ നന്നായിരുന്നു. ശ്രീജി, ഈ ടെമ്പോ സെൻസ് ഇപ്പൊ നമ്മള് വയൽപ്പൂ, ഈ വയൽപ്പൂ അത് കഴിഞ്ഞിട്ട് കിളിയെ വരുന്നത് അല്ലേ? എല്ലാം നാച്ചുറൽ ആണ്. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ശരിയല്ല എന്ന്. ഇയർക്കൈന്ന് சொன்னா தெரியுமா உனக்கு? അയ്യോ, അത് അതിനെക്കാട്ടി മദ്രാസില് ഒട്ടും ശരിയായില്ല എന്ന് പറയുന്നതിനാണ് അങ്ങനെ പറയുന്നത്. അയ്യോ, അങ്ങനെ ഞാൻ പറയോ ഡാർലിംഗ്? ഞാൻ ആരാ എന്താ മനസ്സിലായില്ല എനിക്ക്. മനസ്സിലാവാതിരിക്കുന്നതാണ് നല്ലത്. വയൽപ്പൂ, ഈ വയൽപ്പൂ പാടിയില്ലേ, ആ. അത് കഴിഞ്ഞിട്ട് കിളിയെ അവിടെ മാത്രം ഒന്ന് പാടിക്കേ. പാടിക്കോ. ഓ നിന്റെ മാത്രം, നിന്റെ മാത്രം, ആ. എന്നും എന്നും നിന്റെ മാത്രം, വയൽപ്പൂ, ആ. ഈ വയൽപ്പൂ, എന്നിട്ട് കിളി കിളി കിളിയെ നീലാഞ്ചന സവാഷ്, സവാഷ്, പെൺകിളിയെ. അതാണ് ടാലന്റ്. ടാലന്റ് എന്ന് പറയുമ്പോൾ അതാണ്. പിന്നെയാണ് നമ്മൾ ഈ ബ്രെയിൻ യൂസ് ചെയ്ത് ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ഈ കുട്ടിക്ക് കമ്മിങ് ലൈക്ക് ദാറ്റ് നാച്ചുറലി. അതുകൊണ്ടാണ് മ്യൂസിക് എന്നുള്ള സാധനം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണത്. അത് പഠിക്കുമ്പോൾ നമുക്ക് കൺവീനിയൻസ് ആയിട്ട് ചില കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, കമേഴ്ഷ്യൽ യൂസിന് വേണ്ടിയിട്ട്. ഈ മ്യൂസിക് ഇതൊക്കെ ബിയോണ്ട് ദാറ്റ്. ഇറ്റ് ഇസ് ബിയോണ്ട് ഓൾ ദാറ്റ്. ഇംഗ്ലീഷ് പറയല്ലേ, എനിക്ക് അധികം മനസ്സിലാകത്തില്ല. ഞാൻ ഇംഗ്ലീഷ് പറയുന്നത് എന്തുകൊണ്ടെന്ന് അറിയാമോ മിയ? എൻ്റെ ഒരു ഇതാണ് പ്രശ്നമാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് വരും. ഞാൻ മലയാളം കുറച്ച് പഠിച്ചിട്ടുള്ളൂ. ഞാൻ പഠിച്ചിട്ടില്ല മലയാളം. പെട്ടെന്ന് എനിക്ക് പറയാൻ വരത്തില്ല. അതുകൊണ്ടാണ് കേട്ടാ, സോറി. കുഴപ്പമില്ല, എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ്. അതാണ്. സോ ഇറ്റ്സ് ബിയോണ്ട് ദിസ്. അവൾക്ക് നാച്ചുറലി എവിടെന്നോ ഷീസ് ഗെറ്റിംഗ് ഇറ്റ്. എല്ലാവർക്കും അത് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോന്നും വി വിൽ മേക്ക്. ഹ്യൂമൻ ബീങ്സ് എല്ലാം അങ്ങനെയാണല്ലോ, ഒരു സിസ്റ്റം ഉണ്ടാക്കും നമ്മൾ. ഇറ്റ്സ് അൺബിലീവബിൾ. മിയ, ഞാൻ സ്റ്റാൻഡിങ് ഓവേഷൻ സ്റ്റാൻഡിങ് ഓവേഷൻ എന്ന് പറഞ്ഞാൽ എണീറ്റ് കൈ അടിക്കാത്ത തെറ്റായിപ്പോയി. അപ്പൊ ഇപ്പൊ ഇത് മ്യൂസിക് ഡയറക്ടർ ആരാണ്? മ്യൂസിക് ഡയറക്ടർ സലിൽ ചൗധരി. യെസ് യെസ്. ഓ വാട്ട് എ കമ്പോസർ. എത്ര പാട്ടുകൾ. ഓക്കെ, മിയക്കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടും? അതാണിപ്പോ ഒരു സംശയം. ആ സംഗതി ആദ്യത്തെ പെർഫെക്റ്റ് ആയിരുന്നു, രണ്ടാമത്തെ പെർഫെക്റ്റ് ആണ് എന്നാലും. പക്ഷെ ഇത്രേ ഈ പ്രായത്തിൽ പാടി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ എത്ര കൊടുക്കാനാണ്? എത്ര കിട്ടും പറ ഉദ്ദേശിച്ച്? 5. അത് മനസ്സിൽ നിന്ന് പോയില്ലയോ? 5 കിലോ കാണിച്ചിട്ടല്ലേ 5 എന്ന് പറഞ്ഞ. എത്ര എന്നാ ചോദിച്ചേ? കൈ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. എത്ര? അതെ, നീ കൂടെ ഇത് നോക്കിയോ? എത്രയും മീകുട്ടെ? 1 2 3 4 5 6 7 8 പിന്നെ 10. അപ്പൊ എത്ര ആയിരിക്കും? 2 9. 2 9. 9 എത്രയാ?
9 കൂടി ഇങ്ങനെ കൂട്ടി വെക്കുക. അല്ല ആ 9 അല്ല, ഇവിടെ ഒരു 9, ഇവിടെ ഒരു 9, ഇത് ഒരുമിച്ച് വെച്ച എത്രയാ? ഭയങ്കര കണക്കില്. ഇതൊക്കെ എനിക്ക് തരും. എത്രയാ? 9 ഉം 9 ഉം കൂടെ ഒരുമിച്ച് വെക്കുമ്പോ കാണുമ്പോ 2 9 ഇരുന്നാ നമ്മൾ അതിന് എന്താ പറയുന്നേ? 99 ഏ ആണോ? 99 എനിക്കറിഞ്ഞൂടാ. ദേ ഇവിടെ നോക്ക്, ഒന്നുകൂടെ വിളിക്ക്. Wow, you got 99 out of 100. താങ്ക് യു. മേഘുട്ടന് സൂപ്പർ സുപ്രീം. ആദ്യ ഒരു സലിൽ ദാപ്പുക്കുട്ടി. Congratulations, you are awarded a super supreme. താങ്ക് യു. താങ്ക് യു ബിയക്കുട്ട. ബൈ ബൈ ബൈ. കിളിയേ കിളി കിളിയേ നീലാഞ്ച